പുള്ളി ചെയ്താൽ മതി. അതായത് ഹാൻഡ് ബ്രേക്കിന്റെ സിസ്റ്റം അല്ല, അതിങ്ങനെയാണ് ഇതിന്റെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ 4drive വ്ലോഗ്സ്. ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മെഴ്സിഡീസ് ബെൻസിന്റെ തന്നെ സി ക്ലാസ് ആണ് ഇന്ന് റിവ്യൂവിന് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ നമ്മൾ സി ക്ലാസ് റിവ്യൂ എടുത്തതാണ്. പക്ഷേ ഈ ഒരു വാഹനം എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് അത്യാവശ്യ രീതിക്ക് മോഡിഫിക്കേഷൻ ചെയ്തിരിക്കണം. അതായത് ഇതിന്റെ അലോയ്, അതുപോലെ തന്നെ ബാക്ക് സൈഡ്, അങ്ങനത്തെ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തത് കൊണ്ടാണ് ഈ ഒരു വാഹനം നിങ്ങളേക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം നമ്മളെ സഫാരി കാർസിലാണ് കിടക്കുന്നത്. അതായത് അൻഫൽഖാന്റെ വാഹനം കൂടിയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് സെയിലിനും കൂടി ഇല്ല കേട്ടോ. അതായത് രണ്ട് ഓഫറാണ് നിങ്ങൾ കൊണ്ടുവന്നത്. ഒന്ന് ഇതിന്റെ റിവ്യൂ, രണ്ടാമത്തെ ഇത് സെയിലിനുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സഫാരി കാർസ് ബൈ അൻഫൽ എന്ന യൂട്യൂബ് ചാനൽ ജസ്റ്റ് പോയാൽ മതി. ഈ ഒരു വാഹനത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുമല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു ആൾ ഓഫ് റിവ്യൂയിലേക്കാണ് ഇന്ന് പോകുന്നത്. വാച്ചിങ് 4drive വ്ലോഗ്സ് ആൻഡ് സ്പെഷ്യൽ. ഈ ഒരു സി ക്ലാസ് നമ്മൾ 2001 ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. അതായത് ഒരു എൻട്രി ലെവൽ സെഡാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അത്യാവശ്യം കുറഞ്ഞ രീതിക്ക് പ്രൈസും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ബെൻസിന്റെ കംഫർട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയൊരു വാഹനമാണ് എൻട്രി ലെവൽ സെഡാൻ. അപ്പോൾ ഇതിന്റെ ചക്കൻ പ്ലാന്റ് ഇൻ പൂനെയിലാണ് ഇതിന്റെ ഒരു പ്ലാന്റ് വരുന്നത്. അതായത് മെഴ്സിഡീസ് ബെൻസിന്റെ പ്ലാന്റ് വരുന്നത് പൂനെയിലാണ്. അപ്പോൾ അവിടുന്നാണ് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ 2022, അതായത് ഇതിന്റെ കമ്പാരിസൺ ചെയ്യുക. അതായത് ഷോറൂമിൽ നമുക്ക് വണ്ടി കിട്ടൂല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ആൾക്കാരെ പിടിച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാലേ, അതായത് എത്രത്തോളം അപ്ഡേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം. 2023 ആണെന്നുണ്ടെങ്കിലും 22 ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയർ വൈസും ഒക്കെ ഭയങ്കര രീതിക്ക് അപ്ഡേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സി ക്ലാസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് എൻട്രി ലെവൽ സെഡാൻ ആണ്. അതുപോലെ തന്നെ ഏതൊരാളുകൾക്കും വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. മാത്രമല്ല ഇത് ഇവിടെ സെയിലിൽ വാഹനം കൂടിയാണ്. അതായത് കുറഞ്ഞ വിലക്ക് അത്യാവശ്യം വേണ്ട രീതിക്കുള്ള മോഡിഫിക്കേഷൻ, അതായത് ആൾക്കാരൊന്ന് നോക്കി പോകുന്ന രീതിക്കുള്ള മോഡിഫിക്കേഷൻ ഒക്കെ ഇതിന് ചെയ്തിരിക്കണേ. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ നേരെ നമുക്ക് ഇതിന്റെ റിവ്യൂ സെഷനിലേക്ക് പോകാം. ഗ്രിൽ യൂണിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 സ്ലാറ്റ് ഗ്രില്ലാണ്. പക്ഷെ അതിന്റെ ആ 3 സ്ലാറ്റുമേ നമുക്കൊരു കാർബൺ ഫൈബർ മെറ്റീരിയൽ കാണാം. അതുപോലെ തന്നെ ആ ക്രോം ഫിനിഷ് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്, അതായത് ഡീക്രോം ചെയ്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ ഒരു ബെൻസിന്റെ ലോഗോ ആണെന്നുണ്ടെങ്കിലും കാർബൺ ഫൈബർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടില്ല, അത്യാവശ്യം എന്തായാലും ഒരു ബോൾഡ് ലുക്ക് ഉണ്ട് ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ. അതായത് ആ മോഡിഫിക്കേഷന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. പിന്നെ നമുക്ക് ബെൻസിൽ കാണുന്ന പോലെ തന്നെ ഹുഡിൽ ലോഗോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു പ്രൊജക്ടർ ലാമ്പ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു LED സിസ്റ്റം കൊടുത്തിരുന്നു. ഇതാണ് ഇതിന്റെ ഇൻഡിക്കേറ്റർ വരുന്നത്, കണ്ടില്ലേ, ഈ ഭാഗം ഇൻഡിക്കേറ്റർ വരുന്നത്. അതുപോലെ തന്നെ അതായിരിക്കും DRL ആവാനും തോന്നുന്നു. ഞാൻ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കാട്ടിത്തരാം. പിന്നെ നേരെ താഴേക്ക് പോകുമ്പോൾ ഇതിന്റെ ആ ഒരു ഫോഗ് ലാമ്പ്, അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബമ്പർ യൂണിറ്റ് കാണാം. അത്യാവശ്യം ബ്ലാക്ക് ട്രീറ്റ്മെന്റിലാണ് ബമ്പർ കൊടുത്തത്. അതുപോലെ തന്നെ സെൻസർ വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. ഇതാ ഈ ഒരു ഭാഗത്ത് 2 സെൻസർ കൊടുത്തിങ്ങനെ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പവർ ബൾജുകൾ കാണാം, കണ്ടില്ലേ, ഈ ഹെഡ് ലാമ്പിന് താഴെ പവർ ബൾജുകൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് ഫ്രണ്ട് ഹുക്കാണ്, ഹെഡ് ലാമ്പ് വാഷിംഗ് യൂണിറ്റിൽ വരുന്നില്ല. ഒരുപാട് ക്യാരക്ടർ ലൈൻസ് കാണാം. അതായത് നമ്മൾ ബെൻസിന്റെ സി ക്ലാസ്സിൽ കണ്ട ആ ഒരു ക്യാരക്ടർ ലൈൻസ് ഇവിടെയും കാണാം. എല്ലാം നിലനിർത്തുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ. കണ്ടില്ല, ഈ ഒരു ഭാഗത്തേക്കൊക്കെ ക്യാരക്ടർ ലൈൻസ് വരുന്നുണ്ട്. ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വാഹനത്തിന്റെ ഒരു ആൾമോസ്റ്റ് ലുക്ക് തന്നെ മാറും. അതായത് ഫ്രണ്ടിൽ നിന്നല്ല, ആൾമോസ്റ്റ് സൈഡ് ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് ബാക്ക് ഗ്ലാസ് സ്പോയിലറും പിന്നെ ഈ ഫ്രണ്ടിന്റെ ബാക്കിന്റെ ടയേഴ്സ്, ഇത് രണ്ടും മാസീവ് ടയറിനാണ്. അതിലേക്ക് ഞാൻ വരാം. ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് എടുത്ത് കാണിക്കുന്നതിന്റെ ഒരു മാസീവ് ടയറിനാണ്. അതായത് 17 ഇഞ്ചിന്റെ ടയറാണ് കേട്ടോ. അതായത് ഈ ഒരു വാഹനത്തിന് ഇനി 18 ഇഞ്ച് പറ്റില്ല, 17 ഇഞ്ച് മാക്സിമം ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ അലോയ് ഒക്കെ ശ്രദ്ധിച്ചാൽ കാണാം, അതായത് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ബെൻസിന്റെ ആ ലോഗോം ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡിസ്പ്ലേ 2550R17 17 ഇഞ്ചിന്റെ ഒരു ടയറാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് ക്യാരക്ടർ ലൈൻസ് കാണാം കേട്ടോ. അതായത് ഈ 2 ഡോറിലാണ് ക്യാരക്ടർ ലൈൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മിറർ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്, അത് ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്കർ ചെയ്താണ്. അതുപോലെ തന്നെ കണ്ടില്ല, ഇവിടെ DRLS വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും ക്യാരക്ടർ ലൈൻസ് ഇങ്ങനെ കാണാതെ 2 ഡോർ മുതൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരെ ക്യാരക്ടർ ലൈൻസ് ഉണ്ട്. അതായത് ഈ ഹെഡ് ലാമ്പ് വരെ അല്ല കേട്ടോ, ക്യാരക്ടർ ലൈൻസ് ഇങ്ങനെ കയറി നിൽക്കുകയാണ്. ഈ ഒരു ബൂട്ടിന്റെ അതുവരേക്ക് കയറി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ ഒരു ഫ്യൂൽ ലിഡ് വരുന്നത്. ഡീസൽ വാഹനമാണ്. എഞ്ചിൻ സ്പെക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുമ്പോൾ സെയിം തന്നെയാണ്. അതായത് 17 ഇഞ്ചിന്റെ അലോയ് ടയർ തന്നെയാണ്. അത് കണ്ടില്ലേ, ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതായത് റെഡ് കാലിപ്പർ വരുന്നില്ല കേട്ടോ. അതായത് ഇത് നിങ്ങൾക്ക് എടുക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കാലിപ്പർ ഒന്ന് റെഡ് കൊണ്ട് പെയിന്റ് അടിച്ച വണ്ടി മാസീവ് ലുക്ക് ആകാരം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇതിന്റെ പില്ലേഴ്സ് ഒക്കെ കണ്ടില്ല, ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ റൂഫ് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. റൂഫ് വൈറ്റ് അല്ല വരുന്നത്, റൂഫും ബ്ലാക്ക് ആണ് ചെയ്തിരിക്കുന്നത്. സൺറൂഫ് വരുന്നില്ല കേട്ടോ, ജസ്റ്റ് ഈ ഒരു ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഈ ഒരു ഷോൾഡർ ലൈൻസ് നോക്കിയാൽ കാണാം. അതായത് ഒക്കെ ഡീക്രോം ചെയ്തിരിക്കണം കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്നൊരു സിൽവർ ടച്ച് ഇവിടെ ഒന്നും ഇല്ല, എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അതൊക്കെ ആ മോഡിഫിക്കേഷന്റെ ഭാഗമായിട്ട് കൊടുത്തതാണ്. ഇനി നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴാണ് ഈ വണ്ടിന്റെ ഒരു ലുക്ക് കുറച്ചും കൂടി മാറുന്നത്. അതായത് ഫ്രണ്ടും സൈഡൊക്കെ കണ്ടില്ലെങ്കിൽ ഏറ്റവും കുറച്ചും കൂടി മാറുന്നത് നമ്മൾ ഈ ഒരു ബാക്ക് കാണുമ്പോഴാണ്. അത് എടുത്ത് കാണിക്കേണ്ട വേറെ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സ്പോയിലർ തന്നെയാണ്.
അതായത് കാർബൺ ഫൈബർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിന്റെ സ്പോയിലർ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു ഭാഗത്ത് കുറച്ചും കൂടി ഒരു സ്പോർട്ടി അപ്പിയറൻസ് കൊടുക്കേണ്ട ഒരു വാഹനത്തിന്. അതുപോലെ തന്നെ ബെൻസിന്റെ ലോഗോ വരുന്നുണ്ട്. ബാക്കിയുള്ള കംപ്ലീറ്റ് ബാഡ്ജിങ്സും ഒഴിവാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബൂട്ടിന്റെ ഇവിടെ സ്ട്രിപ്സ് കാണാം. ഇതും ഒരു എന്താ പറയുക കാർബൺ ഫൈബർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെൻസേഴ്സ് വരെ ബ്ലാക്ക് ബോർഡ് ചെയ്ത് കണ്ടില്ലേ, സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ കണ്ടില്ലേ, സെൻസർ വരുന്നുണ്ട്. ഒരു ടെയിൽ ലാംപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഓവർ സി ക്ലാസ്സിൽ കണ്ട ഒരു ടെയിൽ ലാംപ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. കണ്ടില്ല, ഇതാണ് ഇൻഡിക്കേറ്റർ. ജസ്റ്റ് നോക്കട്ടോ, കീ എവിടാ ഉള്ളിൽ കൊണ്ടുവച്ചു അല്ലേ. ഇതാണ് ഇതിന്റെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു ടെയിൽ ലാംപ്സും കാര്യങ്ങളൊക്കെ കണ്ടത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് ടെയിൽ ലാമ്പ് തന്നെയാണ്. എനിക്ക് അതിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും. എടാ ക്യാമറ കാണുന്നുണ്ടോ അതിൽ ഇല്ലേ? കാരണം ചില അത്യാവശ്യം വെയിലാണ് എങ്കിലും അതിൽ കാണുന്നുണ്ട്. ഇനി ഇതിന്റെ ഈ ബൂട്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയാലേ, അതായത് കീലെസ്, അതായത് കീമും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക സാധാരണ ജസ്റ്റ് പ്രസ് ചെയ്ത് ചെയ്യാം. ഇവിടെ നമുക്കൊരു വൈറ്റ് ലൈറ്റ് കൊടുക്കണം, അതായത് ആ നമ്പർ പ്ലേറ്റ് നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി. ഇതിന്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത് ഏകദേശം നമുക്കൊരു എന്താ പറയുക ഒരു 10-12 ടൂറിസ്റ്റ് ബാഗ് ഒക്കെ സിമ്പിൾ ആയിട്ട് ഇതിൽ കൊള്ളൂട്ടോ. അതുപോലെ തന്നെ റാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിന്. അതുപോലെ തന്നെ ഇതിൽ രാത്രിക്ക് വേണ്ടി, അതായത് കാണാൻ വേണ്ടിയാണ് ചെറിയൊരു ലാമ്പും കാരണം കൊടുത്തിന്. സ്പെയർ ടയർ വരുന്നത് ഇതിന്റെ അടിയിലാണ്. അത്യാവശ്യം ഫുൾ സൈസ് ടയറിനാണ് വരുന്നത്. കണ്ടില്ലേ, സ്പെയർ ടയർ നേരെ താഴെ വരുന്നത്. അത് കണ്ടില്ലേ, അത്യാവശ്യം 10-12 ടൂറിസ്റ്റ് ബാഗ് ഒക്കെ കീപ്പ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലി യൂസിനും അതുപോലെ തന്നെ സ്പോർട്ടിനെസിനും പറ്റിയൊരു വാഹനം കൂടിയാണ്. മാനുവലായി കണ്ട നടക്കണം കേട്ടോ. ഈ വാഹനത്തിന്റെ ബാക്ക് സൈഡ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സ്പോയിലർ ഉണ്ടായതുകൊണ്ട് അതിന് കുറച്ചും കൂടി ഒരു പ്രീമിയം അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സ്പോർട്ടി അപ്പിയറൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇതിന്റെ ഇന്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു പീസ്ഫുൾ ഇന്റീരിയർ എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇതിന്റെ ആ ഒരു കംഫർട്ട് എടുത്ത് പറയേണ്ടത്, അതായത് ഫ്രണ്ട് സീറ്റിനും അതുപോലെ തന്നെ കൊടയൊരു സീറ്റിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കുഷനും അതുപോലെ തന്നെ ആ ഒരു തൈ സപ്പോർട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള കംഫർട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയറിന്റെ ക്വാളിറ്റി അത് രണ്ടാമത് എടുത്ത് പറയേണ്ടതാണ്. അതായത് അത്രയും നീറ്റ് ആയിട്ടാണ് ഇതൊരു കൊണ്ടുവന്നത്. കണ്ടില്ല, ഇതിന്റെ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിൽ ഒന്നും ഫെയ്ഡ് ആയിട്ടില്ല. അതുപോലെ തന്നെ കളേഴ്സ് ഒന്നും വേറെ കറ അങ്ങനത്തെ ഒന്നും സംഭവം ഒന്നും കാണാനില്ല. അതുപോലെ തന്നെ ഇതൊക്കെ ലെതർ ടച്ച് ആയിട്ട് വരുന്നത്. ഈ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ലെതറിലാണ് കൊടുത്തിരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്കിന്റെ ഒരു മെറ്റീരിയൽ കാണാം, അതായത് ചെറിയ ട്രീറ്റ്മെന്റ് കൊടുത്തിന്. അതുപോലെ തന്നെ ഈ ഒരു സെന്റർ കൺസോൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിന്. പിന്നെ നിങ്ങൾക്ക് വേറെ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ഇതിന്റെ ഗിയർ നോബ് ആയിരിക്കും. സാധാരണ ബെൻസിന്റെ ഗിയർ നോബ് ഈ ഒരു ഭാഗത്തേക്കാണ് വരല്, പക്ഷെ ഇതിന്റെ അങ്ങനല്ല, ഇതിന്റെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അതായത് സെന്റർ കൺസോൾ തന്നെയാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ആ ഒരു ബെൻസിന്റെ ചെറിയൊരു ലോഗും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ പാർക്കിംഗ് റിവേഴ്സ്, ന്യൂട്രൽ ഡ്രൈവ്, മാനുവൽ മോഡൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഇൻഫോർടൈൻമെന്റ്, അതായത് ഡിജിറ്റൽ സ്ക്രീൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതായത് ഇന്റീരിയർ ജസ്റ്റ് മാറ്റില്ല, എക്സ്റ്റീരിയർ ആണ് ഒരുപാട് രീതിക്ക് മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. ബാക്കി ഇന്റീരിയർ ഒക്കെ ആൾറെഡി പഴയ സി ക്ലാസിന്റെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഗിയർ നോബ് വരുന്നത് 7 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇവിടെ ഈ ഒരു നോബ് നിങ്ങൾക്ക് ബെൻസിന്റെ ലോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മൗസ് കൺട്രോൾ ആണ് വരുന്നത്. അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് കീ ഓൺ ചെയ്തുതരാം. കാരണം ഇവിടെ വേറെ ഒന്നും കാണില്ല, അതായത് ഡിജിറ്റൽ സ്ക്രീൻ അല്ല, ജസ്റ്റ് നമുക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അതിന് ഹസാർ ലൈറ്റ്, അതുപോലെ തന്നെ ഇക്കോ മോഡിന്റെ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഇത് വരുന്നത് നമ്മളെ ബ്ലൈൻഡിന്റെ കൺട്രോൾസ് ആണ് വരുന്നത്. അതിന് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് കംപ്ലീറ്റ് എസിന്റെ കൺട്രോൾസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് ഈ ഒരു മൗസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. USB സ്റ്റോറേജ്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഓഡിയോ, അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്വിക്ക് ബാക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലിയേഴ്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അതായത് ഒരു സ്ക്വയർ ടൈപ്പാണ് വരുന്നത്. അത്യാവശ്യം എന്താ പറയുക ഒരു റബ്ബർ ഫിനിഷ് കൊടുത്ത് നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ ആംറസ്റ്റ് വരുന്നുണ്ട്, കണ്ടില്ലേ, ജസ്റ്റ് ഇങ്ങനെയാണ്. അതായത് ഇവിടെയാണ് കൺട്രോൾ വരുന്നത് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒരു സ്വിച്ച് ഉണ്ട്, ജസ്റ്റ് നോക്കിയാൽ നമുക്ക് ഇവിടെ ആംറസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ചെറിയ USB പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് വേറെ എന്താ പറയുക ഒരു ചെറിയ സ്റ്റോറേജ് വരുന്നത്, അതായത് കീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ. അതുപോലെ തന്നെ സിഗരറ്റ് ലൈറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലോ ബോക്സ് ഒക്കെ നോക്കി അത്യാവശ്യം ഡീസൻറ്റ് സൈസിലെ ക്ലോ ബോക്സ് ആണ്, അതായത് സ്പ്ലിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് സർവീസ് ബുക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിയിലോട്ട് നമുക്ക് RC അങ്ങനത്തെ സംഭവമൊക്കെ വെക്കാം. പിന്നെ നമുക്ക് ഡ്രൈവറിൻ്റെ സൈഡും അതുപോലെ തന്നെ കോ ഡ്രൈവറിൻ്റെ സൈഡും ഇലക്ട്രിക്കലി ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന സീറ്റാണ്. അതുപോലെ തന്നെ അതായത് ഇവിടെയാണ് സാധാരണ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് ബെൻസിനെ കാണൽ. ഇത് C ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു സീറ്റിന്റെ ഭാഗത്ത് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് 4 വിൻഡോ കൺട്രോൾസും അതുപോലെ തന്നെ ഈ ഒരു മിറർ കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ സ്റ്റീരിംഗിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 4 സ്പോക്ക് സ്റ്റീരിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഫോൺ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാട്ടി തരാം. അതുപോലെ തന്നെ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് നമുക്ക് മാനുവൽ ആയിക്കാണ്ടാണ് ഇത് വരുന്നത്. കണ്ടില്ലേ, ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് മാനുവൽ ആയിക്കാണ്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിന്റെ ക്രൂസ് കൺട്രോളിന്റെ ഭാഗമാണ് കേട്ടോ. ഇത് സാധാരണ ഈ ഒരു നോബ് നമുക്കൊരു ഈ ക്ലാസ്സിലൊക്കെ കാണലുണ്ട്, അതായത് ഇതിന്റെ ഒരു ഇലക്ട്രിക്കലായിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഇത് വരുന്നത് ക്രൂസ് കൺട്രോൾ ആണ്. വൈപ്പറും ഇൻഡിക്കേറ്റർ കൺട്രോൾസ് വരുന്നുണ്ട്. ലൈറ്റ്സിന്റെ കൺട്രോൾ എല്ലാ ജർമ്മൻ കാറുകളും കാണുന്ന പോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. പിന്നെ കണ്ടില്ല, ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ നമുക്ക് ലിവർ വരുന്നത് പാർക്കിംഗ് ലിവർ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു ഭാഗത്ത് ക്ലച്ച് അല്ല കേട്ടോ, അതായത് ഇത് ഇതിന്റെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ഇത് സംഭവം വരുന്നത്. പിന്നെ റിലീസ് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പുള്ളി ചെയ്താൽ മതി. അതായത് ഹാൻഡ് ബ്രേക്കിന്റെ സിസ്റ്റം അല്ല, അതിങ്ങനെയാണ് ഇതിന്റെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ആന്റി മിററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ സൺറൂഫ് ഇല്ല കേട്ടോ, സൺറൂഫിന്റെ കൺട്രോൾസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ റീഡിംഗ് ലാമ്പിന്റെ കൺട്രോൾസ് ആണ്. പിന്നെ ഇവിടെ ഈ ഒരു സംഭവം കണ്ടില്ല, ഈ സ്വിച്ച് വരുന്നത് ബാക്കിൽ ലൈറ്റിന്റെ കൺട്രോളാണ്. ബാക്കിന്റെ സ്വിച്ച് വരുന്നത് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തേക്കാണ് കേട്ടോ.
അവിടെ ജസ്റ്റ് ലൈറ്റ് കത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മിറർ ഉണ്ട്, അതായത് ഓട്ടോ ഡിമിംഗ് മിററാണ്, ഡേ ലൈറ്റ് ആൻഡ് നൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ ഈ ഡോർ പാഡിലേക്കൊക്കെ കണ്ടില്ല, പിന്നെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഇതിന്റെ മ്യൂസിക് സിസ്റ്റം നമുക്ക് ബ്ലൂടൂത്ത് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അതായത് ഫോണിൽ തീരെ ചാർജ് ഇല്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡോർ പാഡിലേക്കൊക്കെ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കാണാം. ഇന്റീരിയർ നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നില്ലല്ലോ, അതായത് ഇതിന്റെ ഒരു ഫെയ്ഡ് ആയിട്ടില്ല, ഏതൊരു ഭാഗം ഫെയ്ഡ് ആയിട്ടില്ല, ഭയങ്കര ക്ലിയർ ആണ്. നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിന്റെ വിശേഷം ഒന്ന് പോവാം. ഇതിന്റെ ഒരു ഡോറിന്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇതിന് മുന്നേ ഒരു ആർ ക്ലാസിന്റെ റിവ്യൂ എടുത്തിരുന്നു, അതായത് മെർസിഡീസ് ബെൻസിന്റെ ആർ ക്ലാസ് റിവ്യൂ എടുത്തിരുന്നു. അതിന്റെ ആ ഒരു ഡോറിന്റെ ഓപ്പണിംഗിന്റെ വൈഡ്, അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതായത് എത്രത്തോളം ഓപ്പണിംഗ് ആണെന്ന്. ഇതൊരു 90 ഇല്ല കേട്ടോ, അതായത് ഒരു 75-80 ഡിഗ്രി ആണ് ഓപ്പൺ ചെയ്യുന്നത്, മറ്റേത് 90 ഡിഗ്രി നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനിവിടെ നമുക്കൊരു സൺ ബ്ലൈൻഡ് വരുന്നുണ്ട്, അതായത് ഇപ്പൊ മറ്റേ നിയമം റെഡി ആക്കിയില്ലേ, കൂളിംഗ് ഒട്ടിച്ചാല നിയമം കറക്റ്റ് അറിയില്ല, അങ്ങനെയൊക്കെ കേട്ടു, സംഭവം സത്യമാണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു സൺ ബ്ലൈൻഡ് വരുന്നുണ്ട്, അതായത് കൂളിംഗ് ഒന്നല്ല. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിന്. അതുപോലെ തന്നെ ഇതാണ് ഹാൻഡ് വരുന്നത്, ടീച്ചേഴ്സും സ്പീക്കേഴ്സും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കണ്ടില്ലേ. അതുപോലെ തന്നെ 4 ഡോർ വിൻഡോ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നല്ല സുഖമുണ്ടല്ലേ ഇവിടെ ഒക്കെ കാണാൻ. അപ്പോൾ ഇനി ഇതിന്റെ ഒരു ഭാഗത്തേക്ക്, അതായത് നമുക്ക് ഇതിന്റെ ഒരു നീ റൂമും അതുപോലെ തന്നെ തൈ സപ്പോർട്ടൊക്കെ എടുത്ത് പറയേണ്ടതാണ്. നീ റൂം അത്യാവശ്യം നല്ല നീ റൂം ഉണ്ട്, അതുപോലെ തന്നെ കാഫ് സപ്പോർട്ട് കുറച്ച് കുറവാണ്, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് സിമ്പിളായിട്ട് ഇരിക്കാവുന്നതാണ്. ഇനി തൈ സപ്പോർട്ട് അടിപൊളിയാണ്. പക്ഷെ ഇവിടെ ഒരു ഹമ്പ് വരുന്നുണ്ട്, അതായത് 3rd പാസഞ്ചറിന് ഇരിക്കാൻ എന്താ പറയാ, നമ്മളെ പെൻസിൽ കണ്ട ആ ഒരു സിസ്റ്റം ഭയങ്കരമായിട്ടുള്ള ഒരു ഹമ്പ് വരുന്നുണ്ട്. പക്ഷെ എങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അപ്പുറത്തെ കാലത്ത് സിമ്പിളായിട്ട് ഇരിക്കാം കേട്ടോ. പിന്നെ AC വെന്റ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്, അതായത് ഡോറിന്റെ സൈഡിലൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ. ഞാൻ നേരത്തെ ഒരു സംഭവം കാണിച്ചാണ് പറഞ്ഞത്, അതായത് ഇതിന്റെ സൺഗ്ലാസ് ഹോൾഡർ ഇവിടെ വരുന്നുണ്ട്, അതായത് ഈ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു സ്റ്റോറേജ് ഓപ്ഷൻ കൊടുത്തു, നമുക്ക് സൺഗ്ലാസ് ഒക്കെ വെക്കാൻ പറ്റിയ സംഭവം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ സാധാരണ നമ്മൾ നെറ്റിന്റെ ഒരു ഫയൽ പോക്കറ്റ് ആണ് സാധാരണ കാണൽ പെൻസിൽ. അതുപോലെ തന്നെ ഇതിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഫുൾ കവേർഡ് ആയിക്കാണ്ട് അങ്ങനെ കൊടുത്തിന്. ബാക്കിലേക്ക് 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിന്. അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു ഷൈനസ്, സീറ്റിന്റെ ഷൈനസ് ഒക്കെ നോക്കിയാൽ ഭയങ്കരമായിട്ടുള്ള പ്രീമിയം ആണ്. അതുപോലെ തന്നെ ഭയങ്കര കംഫർട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഹാമറസ്റ്റ് വരുന്നുണ്ട്, ഹാമറസ്റ്റിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതെ, ജസ്റ്റ് ഇങ്ങനെ സ്പിറ്റബിൾ ആയിട്ട് ആണ് കപ്പ് ഹോൾഡർ വരുന്നത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ചായ ഒക്കെ കുടിച്ച് എൻജോയ് ഒക്കെ ചെയ്ത് പോകാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് വരുന്നത്. കണ്ടില്ലേ, സെറ്റപ്പ് ആണ് കേട്ടോ. സോറി, ഇതറക്കണം സെറ്റ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലേറ്റ് ഇതാട്ടോ, അതായത് ഇതിന്റെ കൺട്രോൾസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ അതൊക്കെ ഫ്രണ്ടിലാണ് വരുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് ഇരിക്കാൻ നല്ല കംഫർട്ടാണ്. അതുപോലെ തന്നെ ഭയങ്കര മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തൊരു വാഹനമാണ്. ഇനി നമുക്ക് ഇതിന്റെ എഞ്ചിൻ സൗണ്ടും എഞ്ചിൻ സ്പെക്കിലേക്കും പോകാം. ഇതിപ്പോ വണ്ടി സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. ഇത് വരുന്നത് 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഏകദേശം 400 ന്യൂട്ടൺ മീറ്റർ ടോർക്കും അതുപോലെ തന്നെ 170 HP, അല്ലെങ്കിൽ 170 HP 400 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കിഡിലൻ എഞ്ചിനാണ് ഇത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സൗണ്ട് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ട്, അതായത് മൈക്ക് ടെസ്റ്റ് എടുത്താൽ ഇത്ര സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നത്. ചിലപ്പോൾ കണ്ടില്ല, ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. കണ്ടില്ലേ, സെറ്റപ്പാണ്. ജസ്റ്റ് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. പവർ ഇപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു വാഹനത്തിന്റെ കംപ്ലീറ്റ് വിശേഷങ്ങൾ കഴിഞ്ഞു. അതുപോലെ തന്നെ അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്തതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് കുറച്ച് പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ സ്റ്റാൻഡ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം എല്ലാവർക്കും നോക്കി പോകുന്ന രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം കിടക്കുന്നത് എവിടെ വെച്ചാൽ നമ്മളെ സഫാരി കാർസിലാണ്, പുന്നക്കാട് അൻഫാൽ കേട്ടോ. ഷോറൂം വരുന്നത്, അതായത് യൂട്യൂബ് ചാനൽ ഉണ്ട്, സഫാരി കാർസ് ബൈ അൻഫാൽ എന്നാണ് ഷോറൂമിൽ വരുന്നത്. അതുപോലെ തന്നെ പേര് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കഴിഞ്ഞു. അതുപോലെ അതുപോലത്തെ കിടക്കാച്ച വീഡിയോ കിട്ടാൻ വേണ്ടി ചാനൽ അടിച്ചോളാം, പൊളിച്ചോളാം. അടുത്തൊരു കാണാം. ബൈ.